ഏതായാലും പുതിയ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ആശയക്കുഴപ്പം സത്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലനിന്നിരുന്നു. എല്ലാവരും വലിയ തോതിൽ ആഘോഷമൊക്കെ നടത്തിയാണ്. പക്ഷേ അദ്ദേഹം മന്ത്രിസഭയിൽ ചേരും എന്ന് തന്നെയാണ് കൂടുതൽ കിട്ടുന്ന വാർത്ത. അതായത് രമേശ് ചെന്നിത്തല ഒരു ആകുമെന്ന് വളരെ ഉറച്ചു വിശ്വസിച്ച ആളാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലും VD സതീശനും തമ്മിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടാകുമെന്നും ഈ ഫൈറ്റിൻ്റെ ഇടയിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി താൻ വരുമെന്നും രമേശ് ചെന്നിത്തല പ്രതീക്ഷിക്കുന്നു. കാര്യം ഒന്ന് സീനിയോറിറ്റി തന്നെയാണ് കാരണം. ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ സീനിയറാണ്. ഒരു വലിയ ഗ്രൂപ്പ് അണികളുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും രമേശ് ചെന്നിത്തല അത് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം അതിന് അർഹനുമാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഉമ്മൻചാണ്ടി അധികാരത്തിലെത്തുന്നത്. അതെ, അപ്പം പോലും അദ്ദേഹം MLA ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അധികാര കൈമാറ്റം സുഗമമാക്കിയ ആളാണ്. ഇന്നത്തെ ചർച്ചകളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന ഈ പ്രതിഷേധങ്ങളൊന്നും തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ആരും പുറത്തിറങ്ങി അങ്ങനെ ഒരു പരിപാടി അദ്ദേഹം നടത്തിയില്ല. അത് മാത്രമല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് രമേശ് ചെന്നിത്തല MLA ആണ്, ഈ പറയുന്ന MLA ആണ്. പക്ഷെ ഒരു അവകാശമൊന്നും പുള്ളി വളരെ സുഗമമായിരുന്നു. കാര്യങ്ങൾ ഫ്ലെക്സ് വയ്ക്കലോ ബഹളം ഉണ്ടാക്കലോ ഒന്നും ഉണ്ടായില്ല. മാത്രമല്ല അന്ന് കോൺഗ്രസിനുണ്ടായ വലിയൊരു തകർച്ചയെന്ന് കയറി വന്ന സമയമാണ്. അതൊക്കെ പരിഹരിക്കുന്നതിന് രമേശ് ചെന്നിത്തല വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. അതേപോലെ ഉമ്മൻചാണ്ടി ആവട്ടെ, ആ കാലാവധി പൂർത്തിയായപ്പോൾ അടുത്ത് വേണമെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പ്രതിപക്ഷ നേതാവാം. അവിടെ ഉമ്മൻചാണ്ടി ഒരു ബഹളത്തിനൊന്നും നിന്നില്ല. രമേശ് ചെന്നിത്തലയെ വഴി മാറിക്കൊടുത്തു. ഇന്നിപ്പം നമ്മുടെ CPM പോലും പിണറായി വിജയൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പിണറായി വിജയൻ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ എല്ലാവരും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പ്രതീക്ഷ പിണറായി മാറുമെന്നാണ്. പക്ഷെ മാറിയിട്ടില്ല. പക്ഷേ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു? ഉമ്മൻചാണ്ടിക്ക് തുടരാം. ഉമ്മൻചാണ്ടിക്ക് തന്നെയായിരുന്നു അപ്പോഴും MLA-മാരുടെ പിന്തുണയും ജനകീയ അടിത്തറയല്ല. പക്ഷേ ഉമ്മൻചാണ്ടി ആ ഒരു തലമുറയുടെ ഭാഗമാണ്. അവരൊക്കെ ഒഴിഞ്ഞു കൊടുക്കാൻ, ഞാൻ മാറിക്കൊടുക്കാം, അടുത്ത ആൾ വരട്ടെ എന്നുള്ള ഒരു മനസ്സുകൾ. അതേപോലെ തന്നെ AK ആന്റണി മാറിക്കൊടുത്തു. ഒരു പരിധി ഘട്ടം കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വഴി മാറിക്കൊടുത്തു. പക്ഷേ K കരുണാകരൻ അങ്ങനെ വഴിമാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. കാര്യം അദ്ദേഹം അതിനു മുമ്പ് തന്നെ ഗ്രൂപ്പ് രാഷ്ട്രീയം നമ്മൾ പലപ്പോഴും ഇൻഡസ്ട്രി പറയാനുള്ള ഒരു കാര്യമാണ്. ഈ അന്ന് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ എമർജ് ചെയ്തു, അവർ ഭയങ്കര പവർഫുള്ളായി വരുന്നൊരു കാലത്ത് അവർ പറഞ്ഞ കടലക്കിഴവന്മാർ മാറി നീക്കണമെന്ന് പറഞ്ഞു. പാർശങ്കർ ഉൾപ്പെടെയുള്ളവർ പിന്നെ VM ശ്രീധരൻ കണ്ടാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. അത് വിളിച്ച് അഭിനന്ദിച്ചു, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, ഞങ്ങൾ മാറിത്തരാമെന്ന്. അത് മാറിക്കൊടുക്കുമ്പോൾ ശങ്കറിൻ്റെ പ്രായം 59ആണ്, 58-59. ഇന്നാണെങ്കിലും പക്ഷെ ആ ഒരു തലമുറയുടെ ഭാഗമാണ് AK ആന്റണി, ഉമ്മൻചാണ്ടിയൊക്കെ. ആ ഒരു ഞാൻ പറഞ്ഞു. പക്ഷേ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നതിൽ തെറ്റില്ല. ഒരിക്കലുമില്ല. ആഗ്രഹം നടക്കുമെന്ന്. പക്ഷെ നടന്നില്ല. എന്തുകൊണ്ടോ നടന്നില്ല. ഹൈക്കമാൻഡിന് VD സതീശൻ്റെ ഒരു കാര്യത്തിലേക്ക് പോകേണ്ടി വന്നു. VD സതീശൻ്റെ ഒരു കാര്യത്തിൽ പോകുമ്പോഴും ഈ ഘടകകക്ഷികൾ പറഞ്ഞത് ഒരു MLA, ഇപ്പം ജോസഫ് തന്നെ പറഞ്ഞു, ഞങ്ങൾ ആരെയും പേര് പറഞ്ഞിട്ടില്ല, ഒരു MLA മുഖ്യമന്ത്രി ആക്കണം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ MLA മുഖ്യമന്ത്രി ആക്കണമെന്ന് പറയുമ്പോഴും KC വേണുഗോപാൽ പിന്നിപ്പോയ KC വേണുഗോപാലിൻ്റെ MLA-മാരുടെ മുഴുവൻ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമുള്ള MLA-മാരുണ്ട്. അതായത് ഒരു 53ഓളം MLA-മാർ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. ഈ KC മാറിയാൽ അത് ഉറപ്പാണ്. KC മാറിയാൽ പിന്തുണയ്ക്കാൻ. KC ചെന്നിത്തല പിൻഗാമിയായിരുന്നു ഒരാളാണ്. ഈ രമേശ് ചെന്നിത്തലയുടെ പിൻഗാമി തന്നെയാണ് സതീശനും. അവരെല്ലാം തിരുത്തൽ ഭാഗത്തിന്റെ G കാർത്തികനും രമേശ് ചെന്നിത്തലയും തുടങ്ങി വെച്ച ഒരു സ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ്. ഇപ്പോഴും KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാൻ ഇനിയും ചാൻസ് ഉണ്ട്. സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. പക്ഷെ G കാർത്തികൻ മുഖ്യമന്ത്രി ആകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടക്കാതെ പോയി. അത് KPC പ്രസിഡന്റ് പോലും ആകാൻ കഴിഞ്ഞില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അതായി. അപ്പൊ ഞാൻ പറഞ്ഞ അവരുടെ 2 ശിഷ്യന്മാര് അവരെ മറികടന്ന് ഒരുപാട് മുന്നിൽ പോയിരിക്കുമ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ തന്റെ ശിഷ്യനാണ് അല്ലെങ്കിൽ തന്റെ പിൻഗാമിയാണെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാം. പക്ഷേ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ്. അങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ചോദിക്കുന്ന വകുപ്പ് കൊടുക്കണം. അല്ല, അതൊരു മര്യാദയാണ്, ഒരു ജനാധിപത്യ സാമാന്യ മര്യാദയാണ്, അത് ഒരു മാനുഷിക പരിഗണനയാണ്, അത് ചെയ്യണം. അത് മാത്രമല്ല ഗുരുവിനോട് ശിഷ്യം കാണിക്കേണ്ട മര്യാദയാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2ാം പിണറായി മന്ത്രിസഭയ്ക്ക് സംഭവിച്ചറിയാലോ. പിണറായി മാത്രമേ സീനുള്ളൂ, ബാക്കി മൊത്തം പിന്നെ കക്ഷികളായിരുന്നു. പക്ഷെ ഇവിടെ പിണറായിയുടെ 1ാം മന്ത്രിസഭയ്ക്ക് വലിയ കുഴപ്പം സംഭവിക്കാതെ G സുധാകരനെ, തോമസ് ഐസക്കിനെ പോലുള്ള മിടുക്കന്മാരോട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാകും പ്രത്യേകം പറയണം. ഇപ്പം VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ആ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതല്ലെങ്കിൽ ഇവരെല്ലാവരും സീനിയേഴ്സും മൊത്തം K മുരളീധരനും ഇവരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതൊരു ഭയങ്കര ബലമാണ് ആ മന്ത്രിസഭയിൽ. സന്തുലിതം കൊടുക്കും. പിന്നല്ലാതെ പരസ്പര ബഹുമാനമുള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങലൊക്കെ ഉള്ള അങ്ങനെയുള്ള നല്ല ഒരു ടീമാണ് വരണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മുൻ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ തിരുവനന്തപുരം രമേശ് ചെന്നിത്തല, ഈ മുരളീധരനൊക്കെ എല്ലാവരും. അത് മാത്രമല്ല, മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയെ തിരുത്താനും ഉപദേശിക്കാനും ഒരാൾ വേണം. അത് രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റും. പിണറായിക്ക് സംഭവിച്ച ദുരന്തം അതാണ്. അങ്ങനെ ഒരാളില്ലാതെ പിണറായിക്ക് G സുധാകരനെ പോലുള്ള ആൾ തിരുത്താൻ ഉണ്ടായിരുന്ന പുള്ളിക്ക് അവരൊക്കെ മാറ്റി കളഞ്ഞത്.
എന്നിട്ട് പകരം എല്ലാ റാൻമൂളി ആക്കി അതിന്റെ ഫലം അത് മാത്രമല്ല, പിണറായി വിജയന്റെ കാലത്ത് CPI സുനിൽകുമാറിനെ പോലുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. മാത്രമേ ആദ്യ മന്ത്രിസഭയിൽ തെറ്റിതിരുത്തി കാണിക്കാൻ. രണ്ടാം മന്ത്രിസഭയിലായപ്പോൾ അതുമില്ല. എല്ലാ സാധുക്കളായിരുന്നു, പാവങ്ങളായിരുന്നു, നല്ല മനുഷ്യരായിരുന്നു അവരൊക്കെ. പക്ഷെ അവർക്കൊന്നും ഇയാളെ തടയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ രമേശ് ചെന്നിത്തല വരുന്നത് സത്യം പറഞ്ഞാൽ ഗുണം ചെയ്യുന്ന സതീശനാണ്. ഒരു ചെറിയ തെറ്റ് അല്ലെങ്കിൽ ഒരു പിഴവുണ്ടാകുമ്പോൾ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുക, അത് അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, ചൂണ്ടിക്കാണിക്കണം രമേശ് ചെന്നിത്തല. എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ സതീശ് എങ്ങനെ പോട്ട് തൊലഞ്ഞു പോട്ടെന്ന് വിചാരിച്ചാൽ ഇത് അങ്ങനെ ആയിപ്പോകും. അത് മാത്രമല്ല, സതീശൻ മുമ്പ് മന്ത്രി എക്സ്പീരിയൻസ് ഉള്ള ആളല്ല, അതിന് പ്രതിപക്ഷത മാത്രമായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും മന്ത്രിയായിരുന്നവരാണ്. അപ്പോൾ അത് ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും മുൻപ് മന്ത്രിയൊക്കെ ആയിരുന്നവരാകുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെങ്ങനെ നിലക്കിറത്തണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം, അയാൾ എങ്ങനെ നോക്കണം, അത്തരം കാര്യങ്ങളിലൊക്കെ ഇവരുടെ ഒരു ഉപദേശം എപ്പോഴും അദ്ദേഹത്തിന് വലിയ ഗുണം ചെയ്യും. ഒരു മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ, ഒരു മന്ത്രിയായിരുന്ന ഒരാൾ മുഖ്യമന്ത്രി അയാൾക്ക് അറിയാൻ തീരുമെന്നുള്ളത്. ഉമ്മൻചാണ്ടിയുടെ വലിയ ഗുണം അതായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി മന്ത്രിയായിരുന്ന കാലങ്ങളിലൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്ത പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ആഭ്യന്തരവും ധനകാര്യവും എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അതിന് വളരെ ഈസി ആയിരുന്ന കാര്യങ്ങൾ. അത് ഇവർ പലർക്കും അങ്ങനെ അച്യുതമേനോൻ അദ്ദേഹം മുമ്പ് ധനകാര്യമന്ത്രിയായിരുന്നു നിയമസഭ 57. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ തന്നെ മന്ത്രിയായിരുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരാൾ ഈ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ളത് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായി മാറാൻ. തിരുവഞ്ചൂരിനെ സ്പീക്കറാക്കാതെ മന്ത്രിസഭയിൽ എടുക്കുന്നതാണ് നല്ലത്. പകരം മന്ത്രിസഭയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും യുവാവിനെ മാറ്റിയാൽ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂരിന്റെ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് സർക്കാരിന് ഈ നിയമസഭാ നടപടികളിലായിരിക്കും. അതെ, അവിടെ പ്രതിപക്ഷം എന്തായാലും അതിശക്തമായി തന്നെ ഇതിനെ അവര് നേരിടും. നിയമസഭാ ചട്ടങ്ങളിലൂടെ ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ആള് വേണം. അല്ല, അത് പ്രധാനമാണ്. രമേശ് പറഞ്ഞ വലിയ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം നിയമസഭാ ചട്ടങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതെ തിരുവഞ്ചൂര് സ്പീക്കറായ പിന്നെ പുതുലേക്ക് പറയുന്ന ഭരണപക്ഷത്ത്. പക്ഷെ ഭരണപക്ഷത്തിന് ഇത്തവണ വേറൊരു ഗുണമുണ്ട്. ജി സുധാകരൻ നിയമസഭാ ചട്ടങ്ങള് അരക്കി കലക്കി കുടിച്ച അതായത് നമ്മൾ CPM ഇത് ഭരിക്കുന്ന കാലത്തോ പ്രതിപക്ഷം അല്ലെങ്കിൽ ജി സുധാകരൻ MLA ആയിരുന്നപ്പോൾ ഞാൻ നിയമസഭ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇടപെടുന്ന രീതി എല്ലാം അദ്ദേഹത്തിന് അറിയാം. അല്ല, അവരൊക്കെ അക്കാഡമിക് ഒരു അപ്രോച്ച് ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞത് CPM അത്തരം പ്രതിരോധങ്ങൾ തീർത്ത മനുഷ്യൻ കൂടെ ഇപ്പുറത്താണ്. CPM സത്യം പറഞ്ഞാൽ ഇപ്പം നിയമസഭയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആരും ഇല്ല. പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ അദ്ദേഹം MLA ആയെങ്കിലും ഈ ചട്ടമൊക്കെ പഠിച്ചിട്ട് പെട്ടെന്ന് റൂൾ ഓഫ് ഓർഡറാ എന്തൊരു ഉണ്ടല്ലോ, അതൊക്കെ പുള്ളി പെട്ടെന്ന്. പണ്ട് മാനസാറായിരുന്നു ഇതിന്റെ ഒരാള്. ഇത്തരം നിയമസഭാ ചട്ടങ്ങൾ റൂളും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് മാനസാറിന്റെ NK പ്രേമേന്ദ്രൻ ഉണ്ട്. അതേപോലെ ജി സുധാകരൻ അത്തരം കക്ഷി അവിടെ ഉണ്ട്. അതോടൊപ്പം തിരുവഞ്ചൂർ ആകാശം ഉള്ളത് ഈ എന്തായാലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം നിയമസഭയിൽ അതിശക്തമായി ആഞ്ഞടിക്കും. അതെ. മാത്രമല്ല, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിമാരായെന്ന് തുറക്കുന്ന PK ജയലക്ഷ്മി അല്ലെങ്കിൽ അനൂപ് ജേക്കബൊക്കെ വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മിടുക്കനായ മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. നിയമസഭയിൽ പ്രത്യേകിച്ച് നിയമസഭയിലൊക്കെ ഒരു കൺഫ്യൂഷൻ വന്ന് പെട്ടെന്ന് മുഖ്യമന്ത്രി ഇടപെടാമല്ലോ എവിടെ വേണമെങ്കിൽ. അല്ലെങ്കിൽ തന്നെ അതൊരു കാര്യമാണ്. അപ്പോഴും തിരുവഞ്ചൂരുണ്ട്, രമേശ് ചെന്നിത്തല ഉണ്ട്. അതാണ് മുഖ്യമന്ത്രിക്ക് പോലും ഇപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇപ്പോൾ സതീശൻ തുറക്കക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സഹായത്തിന് ഇത്രയും പേര് കുഞ്ഞാലിക്കുട്ടിയുണ്ട്. വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരു വലിയ നേതാക്കന്മാർ. ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന നേതാവ് ഇതെല്ലാം അറിയാം. ആര്യാടൻ മുഹമ്മദിനും ഇതെല്ലാം അറിയാം. അതെ, പക്ഷെ അറിയാത്തൊന്നുമില്ല. അന്ന് അത് വലിയ ഗുണം. അതിന്റെ മകനും അത്ര മോശക്കാരനല്ല. ഷൗക്കത്തും വളരെ ഭംഗിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും പക്ഷേ പ്രതിപക്ഷത്തിന് ആയാലും ഇവര് കോൺഗ്രസ് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഭരണപക്ഷത്തായിരിക്കുമ്പോൾ പ്രതിപക്ഷത്തെ നേരിടുന്ന ഒരു രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് തിരുവഞ്ചൂരും ആര്യാടൻ മുഹമ്മദിനും പോലുള്ളവർ. അപ്പൊ അത്തരക്കാരിൽ ഇപ്പൊ തിരുവഞ്ചൂരിനെ സ്പീക്കറാക്കി മാറ്റിയാൽ വലിയ നഷ്ടമായിരിക്കും ഈ നിയമസഭാ നടപടികളിൽ കോൺഗ്രസിന് വരിക. ഒരിക്കലും നമ്മൾ പണ്ട് ചാനൽ ജോലി ചെയ്യുമ്പോൾ ചർച്ചയ്ക്ക് വന്ന ഒരു ഇടതുപക്ഷത്തെ MLA പറഞ്ഞതാണ്. അപ്പോൾ അടുത്ത ദിവസം അദ്ദേഹം നിർത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം മാണിസാറിൻ്റെ എന്തോ ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനാണ്. പഠിച്ചിട്ട് പോയേ പറ്റുള്ളൂ, മാണിസാറാണ് ആൾ അപ്പുറത്ത്. അപ്പം പല അബദ്ധം പറയാൻ പറ്റില്ലല്ലോ. മാണിസാറ് അരച്ചാലേ കുടിച്ച ഒരാളാണ്. അപ്പം വളരെ കൃത്യമായി അത് വളരെ പ്രധാനപ്പെട്ട സീരിയസ് ഡിസ്കഷനിലാണത്. പഠിക്കാമെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരത്തിന് അർഹനുമാണ്, അദ്ദേഹത്തിന് അത് കൊടുക്കേണ്ടതുമാണ്. പക്ഷേ കേരളത്തിൽ ഈ നമ്മുടെ മന്ത്രിസഭ നോക്കിയാൽ ധനകാര്യം കൈകാര്യം ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസിൽ ഇല്ലാത്തത്. അത് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് സതീശന് തന്നെയാണ്. പണ്ട് തോമസ് ഐസക്കിനെ വെല്ലുവിളിച്ച് പരാജയപ്പെടുത്തിയ ആളാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശൻ ധനകാര്യം കൈകാര്യം ചെയ്യുമ്പോൾ ഈ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയിൽ അത് സംസ്ഥാനത്തിന് ഒരുപാട് ഗുണം ചെയ്യും. ആർ ശങ്കർ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം തന്നെയാണ് ധനകാര്യ മന്ത്രിയായിരുന്നത്. അപ്പം ഈ ഉമ്മൻചാണ്ടി കുറച്ചു കാലം മാണിസാർ രാജിച്ച സമയത്ത് ഉമ്മൻചാണ്ടി ആഭ്യന്തരത്തിന് വേണ്ടി തലപോയ്ക്കാതെ ആഭ്യന്തരം ചെന്നിത്തലയ്ക്ക് സന്തോഷത്തോടെ വിട്ടുകൊടുത്ത് ധനകാര്യം എടുത്ത് കേരളത്തെ
ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കേണ്ട കടമയാണ് ഇപ്പം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഒന്ന് ബാക്കി പെൻഡിങ് ഉള്ളത്, ഏതായാലും സണ്ണി ജോസഫ് മന്ത്രിയാവുന്നുള്ള ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതെ. ആ ഒരു സമയത്ത് നല്ലൊരു KPC പ്രസിഡന്റിനെയും കൂടെ അവിടെ വയ്ക്കുക. കാരണം ഇനി അങ്ങോട്ടുള്ള സമയത്ത് പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ കൃത്യമായി പോകണം. ഇപ്പം മുരളീധരൻ KPC പ്രസിഡന്റ് ആയ സമയത്ത് AK മുഖ്യമന്ത്രി കൃത്യമായിരുന്നത്. മുരളീധരൻ അന്ന് അതിൻ്റെ പിതാവ് രമേശ് ചെന്നിത്തല ബെന്നി ബെഹനാനല്ല ജോസഫ് വാഴക്കൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞു. വാഴയ്ക്കും കുഴപ്പമില്ലാത്ത ഒരാളാണ് അദ്ദേഹം, വാഴക്കൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞു. നല്ല മനുഷ്യനാണ്, അദ്ദേഹം അർഹനുമാണ് അദ്ദേഹം. അത് ഹൈക്കമാൻഡ് എങ്ങനെ എടുക്കുമെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ വാഴയ്ക്കന്നെ സീറ്റ് കിട്ടാതെ എനിക്ക് ഭയങ്കര വിഷമം. നമുക്ക് വ്യക്തിപരം നമുക്ക് അറിയാവുന്ന നല്ലൊരു മനുഷ്യൻ അദ്ദേഹം. പക്ഷേ അതിന് സീറ്റ് കിട്ടാൻ അദ്ദേഹം ജയിച്ചാൽ മന്ത്രിയാവേണ്ടിരുന്ന ഉറപ്പാൻ വന്നിരുന്ന ആളാണ്. മാത്രമല്ല രമേശ് ചെന്നിത്തലയുടെ ഒപ്പം വന്ന ആളാണ്, ആ തലമുറയുടെ ആളാണ്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അർഹമായ പ്രാതിനിധ്യം ഇന്നും കിട്ടിയിട്ടില്ല. വാഴയ്ക്കനെ KPC പ്രസിഡന്റ് നല്ലതായിരിക്കും. അദ്ദേഹം ഒരു പൊതുവെ സൗമ്യനാണ്, എല്ലാവരും സഹകരിച്ച് പോകുന്ന ഒരാളാണ്. അത് നല്ല കാര്യമായിരിക്കും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം. കാരണം അന്ന് പിതാവായ കരുണാകരൻ പല കാര്യങ്ങളിലും ആന്റണി ഏറ്റുമുട്ടുമ്പോൾ പോലും മുരളീധരൻ ആന്റണിക്ക് അനുകൂലമായിട്ടാണ് സ്വീകരിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അമ്മാതിരിയുള്ള ഒരു KPC പ്രസിഡന്റും കൂടെ വന്നു കഴിഞ്ഞാൽ VD സതീശന് ഭംഗിയായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി സർക്കാരിന് നന്നായിട്ട് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാം. പ്രതിപക്ഷത്തിന് അവർ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ പേടിക്കാൻ വേണ്ടി ആരും അവിടെ ഇല്ല. തൽക്കാലം ഇല്ല.